എവ്രിവൺ. സോ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചാൽ ദുബായിൽ വെച്ചിട്ട് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും എങ്ങോട്ടെങ്കിലും ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു. നൈറ്റാണ് ദുബായിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പോൾ അത് കാരണം നമ്മൾ ദുബായ് മോൾ ആൻഡ് ബുർജ് ഖലീഫയാണ് ഇന്ന് ചൂസ് ചെയ്ത ഡെസ്റ്റിനേഷൻ. എപ്പോഴും പോകുന്ന സ്ഥലമാണെങ്കിലും പിന്നെയും നമുക്ക് പോകാൻ തോന്നുന്നൊരു സ്ഥലം തന്നെയാണ് ദുബായ് മോൾ ആൻഡ് ബുർജ് ഖലീഫ. സോ നമ്മൾ ഇന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്തത്, മെട്രോയാണ്. മെട്രോയിൽ നിന്നുള്ള ഈ ഒരു വ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ദുബായ് ഓവറോൾ നല്ല രീതിയിൽ വ്യൂസ് എൻജോയ് ചെയ്യണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ദുബായ് മോളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ടർക്കിഷ് ഐസ്ക്രീം ട്രൈ ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നല്ല കോമഡി ആയിരുന്നു. ആ ചേട്ടൻ നല്ല രീതിയിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരുന്നിട്ടാ നല്ല രസമായിരുന്നു. എനിക്ക് ചിരിച്ച് ഞാൻ മടുത്തു അവസാനം. കുറച്ചൊന്നും അല്ല കേട്ടോ, നല്ല രസമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവസാനം ഐസ്ക്രീം കിട്ടിയപ്പോൾ അമ്മ ഏതാണ്ട് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ പോലത്തെ സന്തോഷമായിരുന്നു അമ്മയുടെ മുഖത്ത്. ഫൈനലി നമുക്ക് ഐസ്ക്രീം കിട്ടി. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ദുബായ് മോളിലെ അക്വേറിയം കാണാനായിട്ടാണ്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അക്വേറിയം ആണ് ദുബായ് മോളിലെ അക്വേറിയം എന്ന് വെച്ചാൽ. അപ്പം നമുക്ക് പുറത്ത് നിന്ന് കാണാൻ പറ്റും, ലൈക്ക് ഓൾ ദി വിസിറ്റേഴ്സ് സീ. ബട്ട് അത് കൂടാതെ നമുക്ക് ഉള്ളിൽ എന്താ പറയുക ടണൽ പോലെ അകത്തുകൂടിയും കാണാൻ പറ്റും ഈ അക്വേറിയം. സോ നമ്മൾ ഓൾറെഡി നേരത്തെ പോയപ്പം കണ്ടിട്ടുള്ളത് കാരണം പിന്നെ പുറത്ത് നിന്ന് തന്നെയാണ് ഈ പ്രാവശ്യം കണ്ടത്. അപ്പോൾ നല്ല രസമായിരുന്നു. നമുക്ക് ഷാർക്കുകളും അതുപോലെ ഈ റേ പോലത്തെ ഫിഷില്ലേ അതിങ്ങനെ പോണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിങ്ങനെ അതിനെ പറ്റിയിട്ട് ഓരോ ഫിഷിനെ പറ്റി ഇങ്ങനെ ഓരോ കമൻസ് ഒക്കെ പറഞ്ഞ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നിൽക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി. എൻ്റെ മെയിൻ ഫോക്കസ് പുറത്തിറങ്ങാനുള്ള വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് KFC തൊട്ടപ്പുറത്തുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അപ്പം തന്നെ പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയത്. അപ്പോൾ ഫൗണ്ടൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ന്യൂ ഇയറിൻ്റെ ടൈമായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ന്യൂ ഇയർ 2 days കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയിരുന്നു. അപ്പോൾ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നല്ല രീതിയിൽ എന്താ പറയുക ഈ ബുർജ് ഖലീഫ ഫൗണ്ടൻ ഡാൻസ് ഒക്കെ എൻജോയ് ചെയ്തു. കണ്ടോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ബുർജ് ഖലീഫ എന്ന് പറയുമ്പം ആ ക്രൗഡാണല്ലോ. എന്തായാലും എപ്പോൾ പോയാലും ന്യൂ ഇയർ ടൈം അല്ലാതെ പോയാലും ഈ ഒരു ക്രൗഡ് നമുക്ക് പ്രതീക്ഷിക്കാം. നോർമലി എല്ലാ പ്രാവശ്യം വരുമ്പോഴും ദുബായ് മോളിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ കൂടുതലും ഔട്ട്സൈഡാണ് ടൈം സ്പെൻഡ് ചെയ്തത്. അവിടെ തന്നെ നമുക്ക് കാണാൻ ഒരുപാടുണ്ട്, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുപോലെ അവിടെ ഓരോ കൾച്ചറലായിട്ടുള്ള കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആക്ച്വലി. എന്നോട് ദുബായിൽ ഫേവറേറ്റ് ആയിട്ട് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാൻ പറയുന്നത് ബുർജ് ഖലീഫയുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഡൗൺ ടൗൺ സ്ട്രീറ്റിലോട്ട് പോകുന്ന ഒരു നടക്കലുണ്ട്. സോ അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ബ്ലൂ വാട്ടേഴ്സിൻ്റെ ആ ഒരു പോർഷനും ആ ഒരു സ്ഥലവും ഭയങ്കര ഫേവറേറ്റ്. അത് വേറെ പ്ലേസ് ആണ്, ബട്ട് ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്. ഞങ്ങൾ ഒരുപാട് നടന്നു, പക്ഷേ നടക്കലൊരു നടക്കലായി തോന്നിയില്ല. വൈ? ബിക്കോസ് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. പല പല വ്യൂ പോയിന്റ്സിൽ നിന്ന് ബുർജ് ഖലീഫ ഇങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഇതൊരു കഫേ റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു ഏരിയ ആയിരുന്നു. സോ നമ്മൾ അവിടെ കൂടി ഡൗൺ ടൗൺ സ്ട്രീറ്റിലോട്ട് പോവാണ്.
ഓക്കെ, ഇതാണ് നമ്മുടെ ഡൗൺ ടൗൺ സ്ട്രീറ്റ്. സോ ഞാനും അമ്മയും ചിറ്റയും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ടൊരു ഗ്രൗണ്ട് പോലെ ഉണ്ട്. സോ അവിടെ കുറേ കുട്ടികളെല്ലാവരും ഇങ്ങനെ പല പല ഗെയിംസൊക്കെ കളിക്കുന്നുണ്ട്. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്കെങ്കിലും ഒരു കോഫി കുടിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു കോഫി കുടിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നിരുന്ന് കോഫി കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നോർമലി ഞാൻ വളരെ റെയറായിട്ടാണ് കോഫിയും ടീയൊക്കെ കുടിക്കാറ്, പക്ഷേ എങ്കിൽ ഞാൻ പോലും ഒരു കോഫി കുടിച്ചു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ എസ്തെറ്റിക്സ് രീതിയിലും പല പല രീതിയിൽ റീൽസ് ആക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ വീഡിയോസൊക്കെ എടുത്തു. Sometimes I know you heard from everyone telling you lies. I bet you just wanna lose your mind. I know you heard. Let it out, just feel it. Let it out, cry it all out to me. When you're down, when your heart stops beating, you got me, you always got me. ടൈം പോയത് ഒട്ടും അറിഞ്ഞില്ല. നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഞാനാണെങ്കിൽ KFC കഴിച്ചു, പിന്നെ കോഫി ഞങ്ങൾ കുടിച്ചു, അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. അതിനുശേഷം പാം ജുമേറയുടെ അവിടെ നമ്മളൊന്ന് കാറിൽ റൗണ്ടൊക്കെ അടിച്ച് അങ്ങനെ നൈറ്റ് ഒരു ദുബായ് ടൈം ഒരു 3 o'clock ഒക്കെ ആയി വീടെത്തിയപ്പം. ബട്ട് ഇറ്റ് വാസ് ആൻ അമേസിങ് നൈറ്റ് ഓർ ഈവനിങ്. സോ അത്രേ ഉള്ളൂ. ബൈ.